നമസ്കാരം. നമ്മുടെ പിണറായി സർക്കാരിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർത്തിയിലും ദൂർത്തിലും അവരെ തോൽപ്പിക്കാൻ ആളില്ല എന്നതാണ്. ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ. കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കോടികൾ മുടക്കി കാർ വാങ്ങണം, ഹെലികോപ്റ്റർ വാടക കൊടുക്കണം. അപ്പോൾ പിന്നെ സാധാരണ ജനങ്ങൾ മുണ്ട് കുറച്ച് നന്നായി മുറുക്കണം. സ്കൂളിൽ ഉച്ചഭക്ഷണം നൽകാൻ ഗതിയില്ല, കർഷക പ്രതിസന്ധി തീർക്കാൻ കാശില്ല, ദൈനംദിന ചെലവുകൾക്ക് പോലും കടമെടുക്കുന്ന സർക്കാർ. കോവിഡ് പ്രതിസന്ധിക്കിടെ 2020 സംസ്ഥാനം ഹെലികോപ്റ്റർ ആദ്യമായി വാടകയ്ക്കെടുത്തത്. മാവോയിസ്റ്റ് നിരീക്ഷണം, ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനം, പിന്നെ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള നീക്കം സംബന്ധിച്ച് അന്ന് വൻ ധൂർത്താണെന്ന ആരോപണം ഉയർന്നിരുന്നു. പവൻ ഹാൻഡ്സ് എന്ന കമ്പനി 20 മണിക്കൂർ പറക്കുന്നതിന് 1.44 കോടി രൂപയും അധികമായി പറക്കുന്ന ഓരോ മണിക്കൂറിനും 67,000 രൂപയുമായിരുന്നു ചാർജ്. ടെൻഡർ വിളിക്കാതെയാണ് പവർ ഹാൻഡ്സ് കമ്പനിക്ക് അന്ന് കരാർ നൽകിയത്. ഒരു വർഷത്തെ കരാർ കാലയളവിൽ 22.21 കോടി രൂപയാണ് പവർ ഹാൻഡ്സിന് സർക്കാർ നൽകിയത്. പാർക്കിംഗ് ഫീസ് ഇനത്തിൽ 56.72 ലക്ഷം രൂപ വേറെ നൽകിയിട്ടുണ്ട്. വൻ ധൂർത്ത് എന്ന ആക്ഷേപം കടുത്തതോടെ ഒരു വർഷത്തെ കാലാവധിക്ക് ശേഷം കരാർ സർക്കാർ പുതുക്കിയില്ല. തുടർന്ന് 2.5 വർഷത്തിന് ശേഷം മാർച്ചിൽ 2023 മന്ത്രിസഭാ യോഗത്തിൽ വീണ്ടും മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ തീരുമാനമായി. സെപ്റ്റംബറിൽ ചിപ്സൺ ഏവിയേഷൻ എന്ന ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകിയത്. 20 മണിക്കൂർ നേരം പറക്കുന്നതിന് 80 ലക്ഷം രൂപ വാടകയും അതിൽ കൂടുതൽ പറഞ്ഞാൽ ഓരോ മണിക്കൂറിനും 90,000 രൂപ അധികം നൽകണമെന്നാണ് കരാർ. പൈലറ്റ് ഉൾപ്പെടെ 11 പേർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള ഹെലികോപ്റ്ററിന് 3 മാസത്തെ വാടകയായി 2.4 കോടി രൂപ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായി അനുവദിച്ചാൽ കടുത്ത വിമർശനം നേരിടേണ്ടി വന്നു ഈ സർക്കാർ. ഈ ഹെലികോപ്റ്റർ അധികം ഉപയോഗിച്ചിട്ട് പോലുമില്ല. മുഖ്യമന്ത്രി വല്ലപ്പോഴും ഒന്ന് കറങ്ങാൻ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ വല്ലപ്പോഴും മാവോയിസ്റ്റ് വേട്ട എന്ന് പറഞ്ഞ് ഒന്ന് പറത്തും. 80 ലക്ഷം രൂപ വെറുതെ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതും 20 മണിക്കൂർ ഉപയോഗിക്കാൻ. പിന്നെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ 20 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിച്ച് അധിക വാടക കൊടുക്കുന്നില്ല എന്ന് മാത്രമാണ്. മൊത്തം വാടക ഇനത്തിൽ ചിലവാക്കിയിരിക്കുന്നത് 33.23 ലക്ഷം. 2 വർഷം കഴിയുമ്പോൾ, കരാറ് കഴിയുമ്പോൾ അതും 62 കോടിയാകും. അടിയന്തര ആവശ്യത്തിന് നാവികസേന, വ്യോമസേനയിൽ നിന്ന് വാടകയ്ക്കെടുത്താൽ കൂടെ ഈ കോടികളുടെ ദൂർത്ത് ഒഴിവാക്കാമായിരുന്നു. ഒരു ഹെലികോപ്റ്റർ വാങ്ങാൻ 60 കോടി മുതൽ 100 കോടിക്ക് അകത്താണ്. അതിദാരിദ്ര്യമുക്തമാണ് കേരളം എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒരു ഹെലികോപ്റ്റർ സ്വന്തമായി വാങ്ങുന്നത് നല്ലതായിരിക്കും. എന്തായാലും മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ജനഭിപ്രായം. കാരണം റോഡിൽ കൂടെ പോയാൽ ജനങ്ങളെ മൊത്തം തടഞ്ഞു നിർത്തും മുഖ്യന്റെ പോലീസ് സുരക്ഷാ സേന. ഒരു കാക്കയ്ക്ക് പോലും പറക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ ആകാശത്തു കൂടി അങ്ങ് പറന്നു പോകുമല്ലോ. പിന്നെ ജനം പട്ടിണി കിടക്കുന്നത് കാണാൻ ഹെലികോപ്റ്ററിൽ പോകുന്നത് തന്നെ ആയിരിക്കും മുഖ്യമന്ത്രിക്ക് സൗകര്യം.